ഹലോ, നമുക്ക് നല്ലൊരു പാവക്കക്കറി തയ്യാറാക്കാം. ചീഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തേങ്ങയൊക്കെ ഇട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. ആദ്യം വെളുത്തുള്ളി ഇടാൻ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് നമുക്ക് നല്ലോണം തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുത്ത് ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നമുക്ക് ചേർക്കണം. അതിനാവശ്യമായിട്ട് ചേർത്ത് നല്ലോണം തേങ്ങയൊക്കെ വറുത്ത് മാറ്റിയ ശേഷം തീ കിടത്തിയിടണം. അത് അധികം ചൂടായിട്ട് കരിഞ്ഞു പോകും മുളക് പൊടി. നമുക്കത് മാറ്റാം, വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ആ ചീഞ്ചട്ടി തന്നെ നമുക്ക് പാവക്ക നല്ലോണം വഴറ്റിയെടുക്കണം. കടുകൊക്കെ പൊട്ടിച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളകും സവാളയും പാവക്കയും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴന്നതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കണം. ഇട്ടുകൊടുത്ത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കറി നല്ല സ്വാദിഷ്ടമായ കറിയാക്കി തീർക്കാം. തേങ്ങയൊക്കെ വറുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുത്ത് പഴയപ്പോഴത്തേക്ക് പാവക്കൊക്കെ നല്ലോണം ഒരുവിധം വെന്ത് നല്ല മൊരിഞ്ഞ് തേങ്ങ വറുത്തത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് പുളിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പിഴിഞ്ഞൊക്കെ ആവശ്യമുള്ള ചാറ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ആവശ്യത്തിന് ചാറാക്കിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം നമുക്ക് ആവശ്യത്തിന് ചാറും തോരുമ്പോൾ കുറുക്കി വരണം. അത് നല്ലോണം നല്ല കുറുകി വന്നതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം ഇച്ചിരി ഉപ്പെന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി റെഡിയായി, സൂപ്പർ കറിയായി. അത് കൂട്ടാത്ത ആൾക്കാരും കറി കൂട്ടാത്ത ആൾക്കാരും അത് കൂട്ടുക.